ഇത് കണ്ടോ, ഇതൊരു പുതിയൊരു ഇനം പ്ലാവാട്ടോ, ഒരു നാടൻ വരിക്കയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളുള്ളൊരു പ്ലാവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ പറയാവും നല്ലത്. അപ്പോൾ ഇതാണ് ആള്. അല്ല റേച്ചേട്ടാ, ഇതെന്ത് പ്ലാവിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും ക്യാൻസർ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഒരു ഭയങ്കര പ്രധാന ഘടകമാണ്. പച്ചയ്ക്ക് തിന്നാനും വേവിച്ച് തിന്നാനും വറക്കാൻ മാത്രം അത്ര പോരാ, ഇച്ചിരി കട്ടി കൂടുതലുള്ള ചുളയായതുകൊണ്ട് പഴം അതിഭയങ്കര മധുരമാണ്. നന്നായിട്ട് പഴുക്കണം. പഴുത്ത് കഴിയുമ്പോൾ ഭയങ്കര തിന്നാൻ പറ്റും. ഇത് എവിടുന്ന് കിട്ടിയ പ്ലാവാ? ഇത് എനിക്ക് തന്നെ ഉണ്ടായതാണ്. എൻ്റെ നാടനായിട്ട് അല്ലേ? നാടൻ്റെ പറയട്ടെ. അപ്പോൾ ഇത് പല ആൾക്കാരും തിന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇങ്ങനെ പരിശോധിക്കാനായിട്ടൊരു സാഹചര്യം വന്നപ്പോഴത്തേനും വെള്ളാണി കാർഷിക കോളേജിൽ കൊണ്ട് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം സാറിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റിസൾട്ട് ഞാൻ നോക്കി, എല്ലാം എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. അത്രയും നല്ല റിസൾട്ടാണ്. മേഡം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിധികുംഭത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് എല്ലാ വീട്ടിലും ഓരോ പ്ലാവ് എല്ലാ വീട്ടിലും ആകാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞു. അത്രയും നല്ല പ്ലാവ്. എനിക്ക് റിസൾട്ടും ഒക്കെ തോന്നി. ഇതിന്റെ തൈകള് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇപ്പോൾ പുഞ്ചവയലില് കല്ലുകൊന്ന നഴ്സറി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചാലക്കുടി നിറവ് നഴ്സറിയിലുണ്ട്. നിങ്ങളെ 3 പേരെ എടുത്തുള്ളൂ. എൻ്റെ അടുത്ത് ഇല്ലാതെ പിന്നെ നോക്കാം. എന്തായാലും കൊണ്ടുപോകാം. 2 എന്തായാലും പ്ലാൻ ചെയ്യാൻ എന്തായാലും കൊണ്ടുപോകും. അല്ല റേച്ചേട്ടാ, അപ്പോൾ വേറെ നഴ്സറിക്കാർ ഇതിന്റെ തൈ കൊടുക്കാൻ സാധ്യത ഉണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ. പക്ഷെ അവർ പറയുന്ന അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ മൊത്തം അവർക്ക് എത്തിക്കണം. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ തൈ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഒരു 3 വർഷം കൊണ്ട് എല്ലായിടത്തും എത്തേണ്ടാവും. 3 വർഷം കൊണ്ട് എല്ലായിടത്തും തൈകളാകും. കൊണ്ടുവന്ന ഓരോ നഴ്സറിക്കാരൊക്കെ അറിയാതെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ബഡ്വുഡ് ആയി കഴിയുമ്പോഴത്തേനും ബഡ് ചെയ്യും. അവർ ഉണ്ടാക്കാനുള്ള സാധ്യത ഇപ്പം നിലവിൽ നിങ്ങളടുത്ത് മാത്രമേ ഉള്ളൂ. ഈ 3 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്. ഇത് വെള്ളാനിക്കരയല്ല, വെള്ളാനി, തിരുവനന്തപുരം. ഓക്കെ. കാർഷിക കോളേജിൻ്റെ അവിടുന്ന് ലാബ് റിസൾട്ട്. മനസ്സിലായി ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഓരോ ഘടകങ്ങളും നമ്മളെ നാടൻ വരിക്കിനേക്കായി എത്രയോ അധികം 10 മടങ്ങ് വേണമെങ്കിൽ പറയാം. ഒരു മുട്ട തിന്നുന്നതും ഒരു ചക്കക്കുരു കഴിക്കുന്നതും അതിനേക്കാൾ നല്ല ചക്കക്കുരു കഴിക്കുന്നതാണ്. അല്ല, ഈ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതേ റിപ്പോർട്ട് എല്ലാവരും ഒന്ന് കണ്ടുപോട്ടെ. അപ്പോൾ ഇതിന്റെ തൈകൾ വേണമെങ്കിൽ ഇത് കറക്റ്റ് സ്ഥലം ഇത് കോട്ടയം ജില്ലയാണ്. പൂഞ്ഞാറ് കുന്നോന്നിന്ന് എന്നെ വിളിച്ചാൽ മതി. നമ്പർ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ തൈകള് ചിലപ്പോ ഞാനും കുറച്ച് കൊണ്ടോട്ടെ. എന്തായാലും റിസൾട്ട് കണ്ടോണ്ട് ഞാൻ എന്തായാലും ഇത്തിരി നല്ല റിസൾട്ട് കണ്ടില്ലേ? ഇതെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി നല്ലൊരു അല്ല റേച്ചേട്ടാ. അതുപോലെ ഇതിന്റെ ചക്കയുടെ ടൈം എങ്ങനെ, സീസൺ എങ്ങനെ വരുന്നത്? നവംബർ 15 ആകുമ്പോഴത്തേനും ഒരു ആദ്യത്തെ ട്രിപ്പ് ഒരു 10-20 എണ്ണം കഴിച്ച്. ഇത് പ്രധാനമായിട്ട് ഒറ്റത്തൂക്കം ചക്കയാണ്, ചുള്ളച്ചക്കയില്ല. എല്ലാം നല്ല ആകൃതിയും ഷേപ്പും ആയിരിക്കും. 25-40 ചക്കയാണ്. ഒരു ഡിസംബർ 15ഓടുകൂടി ആദ്യത്തെ ട്രിപ്പ് അങ്ങ് തീരും. അപ്പോഴത്തേനും നിറച്ചിടിച്ചൊക്കെയാവും. പിന്നെ ആ ചക്ക ഒരു മാർച്ചോട്ട് തീരും. അപ്പൊ ഒരു നവംബർ മുതൽ മാർച്ച് വരെ. അതേപോലെ മഴ പെയ്ത് വെള്ളം ഇറങ്ങണം. മഴയുടെ മുന്നേ ചക്ക തീരും അല്ലേ? ചക്ക തീരും. പക്ഷേ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കുറവ്. തൊണ്ടുകെട്ടിയുണ്ട്. അങ്ങനെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. മഴക്കാലത്ത് അങ്ങനെ ചക്ക കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇനിയിപ്പോ പ്ലാവ് ആണെങ്കിൽ ഇത് എത്ര കിലോമീറ്റർ അപ്പുറ മദർ പ്ലാന്റ് ഒരു 4 കിലോമീറ്റർ. ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ ഈ ചക്ക വെറുതെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അവർ ചുമ്മാ ചക്ക ഒരു ഭക്ഷണം കഴിക്കാൻ പച്ചച്ചക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചുളതുണ്ട് കിട്ടി. മദ്രാസിലായിരുന്നു ആ സിസ്റ്റർ. വീട്ടുകാരി ഒരു സിസ്റ്റർ പോയപ്പം ചക്ക കൊണ്ടുപോയതാണ്. അപ്പോൾ അവർ ആ ചൊക്കച്ചുള തിന്നു കഴിഞ്ഞിട്ട് അന്ന് അവർ ഏറ്റിരുന്ന് വർത്തമാനമെല്ലാം പറഞ്ഞ് പിറ്റേ ദിവസം അവർ പറഞ്ഞു ചക്ക തിന്നപ്പോൾ എനിക്ക് ഉഷാറുണ്ടെന്ന് പറഞ്ഞ് അന്ന് പോലെ ഇങ്ങനെ പറയുന്നത്. പിന്നെ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത ഉണ്ടെന്നെല്ലാം പറഞ്ഞ് ഞാനും ചുമ്മാ ആൾക്കാർക്ക് കൊടുക്കാനാണ്. പിന്നെ നേഴ്സറി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ നൽകുന്ന ഞാൻ പറയില്ല നേഴ്സറിക്കാർ പുള്ളിയുടെ കെയർ ഓഫിൽ ഇവിടെ പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായി. മേടമായിട്ട് പരിചയമുള്ളതുകൊണ്ട് പുള്ളിക്കാരന് അങ്ങനെ അവിടെ കൊണ്ട് പരിശോധിച്ചു. അപ്പോൾ ആദ്യത്തെ വർഷം ഒരു റിസൾട്ട് തന്നെ, 2ാമത്തെ വർഷം റിസൾട്ട് തന്നത്. 2ാമത്തെ വർഷവും ചക്ക കൊടുത്ത് വീണ്ടും അതിൻ്റെ കുരു ഉൾപ്പെടെ പരിശോധിച്ച് പഴവും കൂടെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷമാണ് റിസൾട്ട് തന്നത്. അല്ല, അത് നിങ്ങൾ ഈ റിസൾട്ട് കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലായി.
ഇത്ര നല്ലൊരു ചക്ക ഇതിൽ കണ്ടില്ലേ അതിൻ്റെ പ്രോട്ടീൻ്റെ ഒക്കെ ഘടകം കണ്ടില്ലേ? സാധാരണ നോർമല് നാടൻ വരിക്കയിൽ ഉണ്ടാകുക 1.83. ഈ ചക്കയുടെ പ്രോട്ടീൻ ലെവൽ കണ്ടില്ലേ 4.85. അതുപോലെ വിറ്റാമിൻ സി. ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടെല്ലാം പഠിക്കുക. 10 ഇരട്ടി വരെ ഉണ്ട്, അത് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ ഇവിടെ നേരിട്ട് തന്നെ വരണം. പുള്ളി കൊറിയർ ഒരിക്കലും അയച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് വരിക. എന്തായാലും ഓരോ വീട്ടിലും വെക്കേണ്ട ഒരു പ്ലാവായി റിസൾട്ട് കണ്ടുകൊണ്ട് പറയാണ്. എൻ്റെ നഴ്സറിയിൽ ഇതിൻ്റെ തൈകളില്ല. പറ്റുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഇവിടുന്ന് കുറച്ച് തൈ എടുത്തുകൊണ്ട് സെയിൽ ചെയ്യാന്നുള്ള ധാരണ ഉണ്ട്. ഓക്കെ, നോക്കറ ചേട്ടാ. നമ്പർ നമ്പർ ഞാൻ കൊടുക്കാം.